everyone, welcome to Varanda's YouTube channel. എൻ്റെ പേര് ഐശ്വര്യ. അപ്പോൾ നമ്മൾ CHSLന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നതോടനുബന്ധിച്ച് CHSന്റെ കുറച്ച് അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നോക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് 10th January ഷിഫ്റ്റ് 1ൽ ചോദിച്ച കുറച്ച് റീസണിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നോക്കിയായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിരിക്കും നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ചെയ്യാൻ വേണ്ടി 30 seconds ടൈം അലോ ചെയ്തിട്ടുണ്ട്. ആ ടൈമിനിടയ്ക്ക് തന്നെ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. കാരണം റീസണിങ്ങിൽ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി എന്തിനും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, പക്ഷേ റീസണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊരാളുടെ കയ്യിൽ കൊടുത്താലും ഒരു 1-1.5 മിനിറ്റ് ഒക്കെ എടുത്ത് എല്ലാവരും സോൾവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈവൻ ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ നോക്കിയാൽ പോലും ടൈമിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്, കോൺസെപ്റ്റ് അറിയുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ റീസണിങ്ങിലേക്ക് വരുമ്പോൾ എപ്പോഴും അങ്ങനെയല്ല അല്ലേ. മിക്ക ക്വസ്റ്റ്യൻസും ഒരുവിധം ഒരു പ്രിപ്പറേഷനും ഇല്ലാത്ത ഒരാൾക്ക് പോലും 1-1.5 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഫ്രണ്ടിലേക്ക് വരണമെങ്കിൽ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അതിനുശേഷം ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഇവിടെ ബാക്കി കിട്ടുന്ന സമയം ആപ്റ്റിറ്റ്യൂഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ വീക്കായിട്ടുള്ളത് ഏത് സബ്ജക്റ്റാണോ അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. അപ്പോൾ അതിന് വേണ്ടി പറ്റണമെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടൈം എന്ന് പറയുന്നത് 30 to 40 seconds ആണ്. അപ്പോൾ അതിൽ തന്നെ പെട്ടെന്ന് അല്ലേ ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് കൊണ്ട് നോക്കി ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് അതേ ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ നിങ്ങൾ ആൻസർ ചെയ്തിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഇവിടെ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് 30 seconds ടൈമാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സമയത്തിനിടയ്ക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ നോക്കുക. അതിനുശേഷം എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നോക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഐഡൻറ്റിഫൈ ദ ഫിഗർ ഇൻ ദ ഗിവൻ ഓപ്ഷൻസ് which when put in place of the question mark will logically complete the series. Okay, so 30 seconds ടൈം ഉണ്ട്. ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. സീരീസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്ത് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഫിഗർ താഴെയുള്ള 4 ഓപ്ഷൻസിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. സോ ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. 30 seconds ടൈം ഉണ്ട്. ഓക്കെ, 30 seconds കംപ്ലീറ്റ് ആയി. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഒരു ഫിഗർ ആണ് അല്ലെ, ഇമേജ്ഡ് ബേസ്ഡ് സീരീസ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഓരോ ഇമേജിൻ്റെയും ഓരോ പാർട്ടും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നോക്കിപ്പോം. ഉറപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലാണ് നമ്മുടെ കഴിവ് അല്ലെ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു പെൻറ്റഗണിനകത്ത് അല്ല ഒരു ഹെക്സഗണിനകത്ത് നിങ്ങൾക്ക് എന്ത് കാണാം, ഒരു സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അടുത്ത ഫിഗറിൽ സ്ക്വയറിനകത്ത് ഹെക്സഗൺ, അടുത്ത ഫിഗറിൽ പിന്നെയും ഹെക്സഗണിനകത്ത് സ്ക്വയർ, അടുത്തതിൽ സ്ക്വയറിനകത്ത് ഹെക്സഗൺ. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ വരേണ്ടത് എന്തായിരിക്കണം, ഹെക്സഗണിനകത്ത് സ്ക്വയർ വരുന്ന ഓപ്ഷൻ ആയിരിക്കണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 ഓപ്ഷനകത്തും എന്ത് തന്നെയാണുള്ളത്, ഹെക്സഗണിനകത്ത് സ്ക്വയർ തന്നെയാണുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അത് കഴിഞ്ഞ് നമുക്ക് ഇവരുടെ പൊസിഷൻ നോക്കാം. ഇവിടെ ഉണ്ടായിരുന്ന ഇമേജ് ഇങ്ങോട്ടേക്ക് പോയി ഇവിടെയായി. ഇവിടെ നിന്ന് പിന്നെയും മുകളിലേക്ക് പോയിട്ട് എവിടെ വന്നു, ഇവിടെ വന്നു. ഇവിടെ നിന്ന് ഒരു പൊസിഷൻ ഇങ്ങോട്ടേക്ക് പോയി ഈ ഭാഗത്ത്, അതായത് ഇവിടെ വന്നു. അപ്പോൾ പ്രോബബിളി ഇനി ഈ സാധനം എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും അല്ലേ. ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് ഈ പൊസിഷനിലായിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ ഹെക്സഗൺ വരണം, അകത്ത് സ്ക്വയർ വരണം. അപ്പോൾ അടുത്ത ഫിഗറിൽ പൊസിഷൻ ഇവിടെ ആയിരിക്കും നമുക്ക് മനസ്സിലായി. 3 ഇമേജിലും അതേ സ്ഥലത്താണുള്ളത്. ഈ രണ്ടാമത്തെ ഇമേജ് മാത്രം അങ്ങനെയല്ല വന്നിരിക്കുന്നത്. സോ ഈ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇനി നമ്മൾ എന്ത് നോക്കുവാണ്, ആരോ മാർക്ക് നോക്കുകയാണ്. ആരോ മാർക്ക് നോക്കുമ്പോൾ ആദ്യത്തെ ആരോ മാർക്ക് മുകളിലേക്കാണ് ഡയറക്ഷൻ, അടുത്തത് താഴേക്ക്, മുകളിലേക്ക്, താഴേക്ക്. അപ്പോൾ ഉറപ്പായിട്ടും അടുത്തത് എങ്ങോട്ടേക്കായിരിക്കും, മുകളിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ഓപ്ഷനും എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ആരോയുടെ പൊസിഷനാണ് അല്ലേ, എങ്ങോട്ടേക്കാണ്, എവിടെയാണ് ഇത് വരുന്നത്. അപ്പോൾ ആരോ എങ്ങനെയാണ് മൂവ് ചെയ്തേക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നിന്നൊരു പൊസിഷൻ ഇങ്ങോട്ട് മൂവ് ചെയ്തു, ഇവിടെ വന്നു. ഇവിടെ നിന്നൊരു പൊസിഷൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു, ഇവിടെ വന്നു. ഇവിടെ നിന്ന് തിരിച്ചും എങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നത്, സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിന് അടുത്ത് എങ്ങോട്ടേക്ക് വരണം,
നടുക്ക് ഭാഗത്തേക്ക് വരണം. അപ്പോൾ നടുക്ക് ആരോ ഉള്ള ഇമേജ് ആയിരിക്കും നമ്മുടെ കറക്റ്റ് ഇമേജ് ആയിട്ട് വരാൻ പോകുന്നത്. സോ 4th ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഇത്ര സമയമൊന്നും വേണ്ട. നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണോ ഐഡൻറ്റിഫൈ ചെയ്ത്, ചിലപ്പോൾ ഈ ആരോ തന്നെ നോക്കിയിട്ട് ശരിക്കും ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ആരോയുടെ ഡയറക്ഷൻ മാത്രം മതി. അപ്പോൾ ആരോ മാത്രം നിങ്ങൾക്ക് ആദ്യമേ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കോൺസെപ്റ്റ്സും ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ശരിക്കും ആരോ മാത്രം ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: 11 is related to 55 in a certain logic. Following the same logic, 12 is related to 60. To which of the following 15 is related to the same logic? Options ഉണ്ട് 85, 75, 70, 80. അപ്പോൾ ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. 30 സെക്കൻഡ്സ് ടൈമാണ് നിങ്ങൾക്കുള്ളത്. ആ ടൈമിനുള്ളിൽ തന്നെ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, 30 സെക്കൻഡ്സ് കംപ്ലീറ്റ് ആയി. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. 11 55 ഏതോ ഒരു സർട്ടൻ റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇതേ റിലേഷൻഷിപ്പ് തന്നെയാണ് 12 60 ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതേ റിലേഷൻഷിപ്പ് 15 ഫോളോ ചെയ്യുന്ന നമ്പർ ഏതായിരിക്കും താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. എങ്ങനെ സോൾവ് ചെയ്യാം? 11 × 5 ആണ് 55, 12 × 5 ആണ് 60. അങ്ങനെയാണെങ്കിൽ 15 × 5 എത്രയാണ്? 15 × 5 75. സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: 3 of the following word pairs are alike, thus form a group. Select the word pair that does not belong to that group. Options ഉണ്ട് water, bottles, clothes, wardrobes, money, wallet, rice, eat. അപ്പോൾ ഇതിന് 3 ഓപ്ഷൻസ് ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യുന്നുണ്ട്. 4ാമത്തെ ഓപ്ഷൻ ആ ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പ് അല്ല ഫോളോ ചെയ്യുന്നത്, മറ്റെന്തോ റിലേഷൻഷിപ്പിൻ്റെ പുറത്താണ് 4ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഓഡ് വൺ ഔട്ടായിട്ട് നിൽക്കുന്ന ഓപ്ഷൻ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. 30 സെക്കൻഡ്സ് ടൈമുണ്ട്. ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 30 സെക്കൻഡ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം അല്ലേ. വാട്ടർ ബോട്ടിൽസുമായിട്ട് എന്ത് റിലേഷൻഷിപ്പാണ് ഫോളോ ചെയ്യുന്നത്? വാട്ടറിനെ നമ്മൾ ബോട്ടിലിനകത്താണ് അല്ലേ സ്റ്റോർ ചെയ്യുന്നത്. വാട്ടർ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ബോട്ടിലിനകത്താണ്. അപ്പോൾ അതാണ് വാട്ടറും ബോട്ടിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇനി ക്ലോത്ത്സ്, വാർഡ്രോബ്സ് അല്ലേ. ക്ലോത്ത്സ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? അലമാരയ്ക്കകത്ത്, വാർഡ്രോബ്സിനകത്ത്. അപ്പം ക്ലോത്തും നമ്മൾ എടുത്ത് വെക്കുന്ന സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് വാർഡ്രോബ്സ്. ഇനി മണി, പൈസ നമ്മൾ എവിടെയാണ് വെക്കാറ്? പേഴ്സിനകത്ത് അല്ലേ. പൈസ സ്റ്റോർ ചെയ്യുന്നതാണ് എവിടെ? വാലറ്റിനകത്ത്. പൈസ സ്റ്റോർ ചെയ്യുന്നത് വാലറ്റിനകത്താണ്. അപ്പോൾ റൈസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ഗ്രാനറിക്കകത്തല്ലേ അല്ലേ. നമ്മൾ ഒരു പെട്ടിക്കകത്തോ അല്ലെങ്കിൽ ഒരു പാത്രത്തിനകത്തോ അല്ലെങ്കിൽ അരി സ്റ്റോർ ചെയ്യുന്ന ഏതെങ്കിലും സ്റ്റോർ റൂമിലൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അരി സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ റൈസിന് റിലേഷൻഷിപ്പായിട്ട് തന്നിരിക്കുന്നത് ഈറ്റ് എന്നാണ്. അരി നമ്മൾ എന്താ ചെയ്യുന്നത്? അരി കൊണ്ടുള്ള യൂസ് അല്ലേ, ഫുഡായിട്ട് നമ്മൾ കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം യൂസ് ആണ് 4ാമത്തെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. അതാണ് ഓഡ് വൺ ഔട്ട്. ബാക്കി 3 ഓപ്ഷനിൽ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ പെർട്ടിക്കുലർ സാധനം, അതായത് LHSലുള്ള സാധനം സ്റ്റോർ ചെയ്യുന്നതാണ് RHSലുള്ള സാധനം അല്ലേ, സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ഥലം. പക്ഷേ ഇവിടെ മാത്രം എന്താണ് അതിൻ്റെ യൂസ്? റൈസ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് തന്നിരിക്കുന്നത്. സോ ഇതാണ് ഇവിടുത്തെ
മിസ്റ്റേക്ക് ആയിട്ടുള്ള പോയിന്റ്. സോ ഫോർത്ത് ഓപ്ഷനാണ് നമ്മുടെ ഓഡ് വൺ ഔട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിന് മുന്നേ വരാന്ത റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് നമുക്കൊന്ന് പരിചയപ്പെടാം. സോ നിങ്ങൾ വരാന്ത റേസിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഈ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണും അല്ലേ, ബേസിക് ക്ലാസ്സുകൾ കാണും. അതിനുശേഷം ഈ ക്ലാസ്സുകളോടൊപ്പം തന്നെ ക്ലാസ്സുകൾക്ക് ശേഷം നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ മെറ്റീരിയലിനെ പ്രൊവൈഡ് ചെയ്ത് അത് നിങ്ങൾ ഗ്രൂപ്പുകളായിട്ടിരുന്ന് 5-6 കുട്ടികളുള്ള ഗ്രൂപ്പുകളായിട്ടിരുന്ന് സോൾവ് ചെയ്യും. ഈ സെഷൻസിനെയാണ് നമ്മൾ സർക്കിൾ സെഷൻസ് എന്ന് പറയുന്നത്. ഞങ്ങളെപ്പോലുള്ള മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടോട് കൂടിയായിരിക്കും നിങ്ങൾ ഈ സർക്കിൾ സെഷൻസ് കവർ ചെയ്യുന്നത്. അതിനുശേഷം എക്സ്ട്രീം സർക്കിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ബേസിക് സർക്കിൾ കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാ ടോപ്പിക്കും അവിടെ കവർ ആയതിനു ശേഷം നിങ്ങൾക്ക് CGL ടയർ 1ൻ്റെ പാറ്റേണിൽ ഒരു എക്സാം ഉണ്ടായിരിക്കും. ആ എക്സാം ക്ലിയർ ചെയ്യുന്നവരാണ് എക്സ്ട്രീം സർക്കിളിലേക്ക് പോവുക. അപ്പോൾ ഈ എക്സ്ട്രീം സർക്കിളിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനുശേഷം സൂപ്പർ ബാച്ചുകൾ കാണും. സൂപ്പർ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ എക്സാമിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ബാച്ച് തുടങ്ങും. അപ്പോൾ ആ പെർട്ടിക്കുലർ എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളവിടെ ഫോക്കസ് ചെയ്ത് പഠിക്കും. തൊട്ട് മുന്നത്തെ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിന് നമ്മൾ അവിടെ ആയിരിക്കും ചെയ്ത് പഠിക്കുക. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ CGL ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആയിരിക്കത്തില്ല ചിലപ്പോൾ CHSL ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. നമുക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡയറക്ഷനിൽ ഇപ്പോൾ ഡയറക്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നും CGL അധികം ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല അല്ലേ. പക്ഷെ ചോദിക്കാറുണ്ട്, പക്ഷെ അങ്ങനെ അധികം എല്ലാ ഷിഫ്റ്റിലും ഒന്നും കാണത്തില്ല. പക്ഷേ നമ്മളിപ്പം CHSLലോട്ടോ CPOയിലോട്ടോ ഒക്കെ വരുമ്പോൾ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ കൂടുതൽ കാണാറുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ എക്സാം എന്താണോ നിങ്ങളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത് അതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും സൂപ്പർ ബാച്ചിൽ നിങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കുന്നത്. പിന്നെ റിപ്പ് സെഷൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ ലാബ് ലൈബ്രറി ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇൻറ്റൻസ് ആയിട്ട് മോക്കുകൾ എടുക്കുകയും നിങ്ങളുടെ സ്പീഡ് അതുവഴി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുന്നത് ഈ റിപ്പ് സെഷൻസ് വഴിയാണ്. ആൻഡ് ഫൈനലി നിങ്ങളൊരു എക്സാം ഒക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ള കടമ്പ ഒരു ഇൻ്റർവ്യൂ മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മോക്ക് ഇൻ്റർവ്യൂ കൂടെ, അതായത് ഇൻ്റർവ്യൂവിൻ്റെ അസിസ്റ്റൻസും കൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഫൈനലി മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ്. സോ റൈസിൽ അഡ്മിഷൻ എടുക്കുന്ന ഓരോ കുട്ടികളും ഈ 6 ലെവലിലൂടെയും കടന്നു പോയിട്ടാണ് അവരുടെ ഡ്രീം ജോബ് സ്വന്തമാക്കുന്നത്. നിങ്ങൾക്കും ഞങ്ങളുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം. ഞങ്ങൾക്ക് 6 ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളുണ്ട്. ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 7845730248 എന്ന നമ്പറിലേക്കും ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 7845792238 എന്ന നമ്പറിലേക്കും കോൾ ചെയ്യാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിലോജിസത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, എപ്പോഴും ചോദിക്കുന്ന ടൈപ്പാണ്. ഓപ്ഷൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, കൺക്ലൂഷൻസ് ഉണ്ട്. ഏതൊക്കെ കൺക്ലൂഷൻസ് ഫോളോ ചെയ്യണമെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാനൊന്ന് വായിച്ചു തരാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സം ബെൽസ് ആർ പമ്പ്സ്. Second statement, all pumps are skates. Third statement, all bells are kites. പിന്നെ പറയുന്നത് കൺക്ലൂഷൻസ് ആണ്. Some kites are skates, some skates are bells, some skates are pumps. ഓക്കെ, അപ്പം സ്റ്റേറ്റ്മെൻറ്റ്സ് ആയി, കൺക്ലൂഷൻസ് ആയി. സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക, ഏതൊക്കെ കൺക്ലൂഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. 30 seconds ഉണ്ട്. ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 30 seconds കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ വെൻ ഡയഗ്രാം വെച്ചിട്ടാണ് സിലോജിസത്തിൻ്റെ ക്വസ്റ്റ്യൻസ് യൂഷ്വലി സോൾവ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം പറയുന്നത് സം ബെൽസ് ആർ പമ്പ്സ് അല്ലേ. ഇപ്പോൾ വെൻ ഡയഗ്രത്തിൽ ഒരു സെറ്റ് ബെല്ലായിട്ട് വരുവാണെങ്കിൽ മറ്റൊരു സെറ്റ് പമ്പ്സ് ആയിട്ട് വരും അല്ലേ, പമ്പ്. പക്ഷെ ഇവിടെ പറയുന്നത് സം ബെൽസ് ആർ പമ്പ്സ്. ചില ബെല്ലുകൾ എന്താണ്, പമ്പാണ് അല്ലേ. സം ബെൽസ് ആർ പമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയഗ്രാം ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇവർക്ക് കോമൺ ആയിട്ട് ഇതാ ഒരു റീജിയൻ കാണും അല്ലേ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ചില ബെല്ലിൻ്റെ ചില പാർട്ട് അല്ലേ, ഇത്രയും ബെല്ലാണ്, ഇതിൻ്റെ ചില പാർട്ട് ആരായിട്ട് മാറി, പമ്പായിട്ട് മാറി. അപ്പം സം ബെൽസ് ആർ പമ്പ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വരച്ചു. അടുത്ത് പറയുന്നത് ഓൾ പമ്പ്സ് ആർ സ്കേറ്റ്സ്. എല്ലാ പമ്പും സ്കേറ്റാണ്. അപ്പോൾ നമ്മൾ പമ്പിനെ മൊത്തം എന്ത് ചെയ്യണം, സ്കേറ്റ്സിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം അടുത്ത സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഇത് സ്കേറ്റ്സ്. ഓൾ പമ്പ്സ് ആർ സ്കേറ്റ്സ്. എല്ലാ പമ്പിനെയും നമ്മൾ സ്കേറ്റ്സ് എന്ന് പറയുന്ന ഒരു വലിയ സെറ്റിനകത്തേക്ക് ഒതുക്കി. ഓൾ പമ്പ്സ് ആർ സ്കേറ്റ്സ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വരച്ചു കഴിഞ്ഞു.
അത് കഴിഞ്ഞ് പറയുന്നത് ഓൾ ബെൽസ് ആർ കൈറ്റ്സ്. എല്ലാ ബെല്ലുകളും എന്താണ്? കൈറ്റ് ആണെന്നാണ് പറയുന്നത്. എല്ലാ ബെല്ലുകളും കൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വെച്ചിട്ട് മൂന്നാമത് ഈ ബെല്ലിനെ മൊത്തം ഇൻവോൾവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൈറ്റ്സ് എന്ന് പറയുന്ന സെറ്റ് വരയ്ക്കണം. അപ്പോൾ ഉറപ്പായിട്ടും ഈ പമ്പും സ്കേറ്റ്സും ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആവും അല്ലേ? ഓൾ ബെൽ ആർ കൈറ്റ്സ്. വെൻ ഡയഗ്രാം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് താഴത്തെ കൺക്ലൂഷൻസ് നോക്കാം. എന്നിട്ട് ഏതൊക്കെ കൺക്ലൂഷൻസ് ആണ് ഫോളോ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം. ആദ്യം പറയുന്നത് സം കൈറ്റ്സ് ആർ സ്കേറ്റ്സ് എന്നാണ്. കൈറ്റ്സ് നോക്കിയേ, കൈറ്റ്സ് ഉണ്ട്. കൈറ്റ്സിൻ്റെ ഒരു ചെറിയ പാർട്ട് സ്കേറ്റ്സിൻ്റെ പാർട്ടായിട്ട് വരുന്നുണ്ട് അല്ലേ? സം കൈറ്റ്സ് ആർ സ്കേറ്റ്സ്. ആ പാർട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കൺക്ലൂഷൻ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് പറയുന്നത് സം സ്കേറ്റ്സ് ആർ ബെൽസ്. ചില സ്കേറ്റ്സ് ബെൽസ് ആണെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ സ്കേറ്റ്സ് നോക്കാം. സ്കേറ്റ്സിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ ബെല്ല് വരുന്ന പാർട്ടുമായിട്ട് ജോയിൻ ചെയ്ത് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് സം സ്കേറ്റ്സ് ആർ ബെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ആ കൺക്ലൂഷൻ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ കൺക്ലൂഷനും ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്ത് പറയുന്നത് സം സ്കേറ്റ്സ് ആർ പംപ്സ്. ചില സ്കേറ്റ്സ് പംപ്സ് ആണെന്ന് പറയുവാണ്. സം സ്കേറ്റ്സ് ആർ പംപ്സ്. ചില സ്കേറ്റ്സ് അല്ലേ? പംപ്സ് എല്ലാം സ്കേറ്റ് ആണ്. പക്ഷെ ചില സ്കേറ്റുകൾ എന്താണ്? പമ്പാണ്. കാരണം പമ്പിനകത്ത് സ്കേറ്റിനകത്താണ് എന്ത് വരുന്നത്? പമ്പ് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ചില സ്കേറ്റ്സ് എന്തായിരിക്കും? പമ്പായിരിക്കും. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഓപ്ഷൻസ് നോക്കാം. ബോത്ത് കൺക്ലൂഷൻ 1 and 3 ഫോളോസ് അല്ല, കൺക്ലൂഷൻ 2 and 3 ഫോളോസ് അതുമല്ല, ഓൾ കൺക്ലൂഷൻ 1, 2 and 3 ഫോളോസ്. അത് കറക്റ്റാണ് അല്ലേ? 3 കൺക്ലൂഷൻസും ഫോളോ ചെയ്യുന്നുണ്ട്. സോ തേർഡ് ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. 82 is related to 41 following a certain logic. Following the same logic, 94 is related to 47. To which of the following is 66 related to the same logic? Okay, options ഉണ്ട് 33, 23, 43 and 13. ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 30 സെക്കൻഡ്സ് കംപ്ലീറ്റ് ആയി. 82ഉം 41 തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ? 82 was related to 41 in a certain way. ഇതേ റിലേഷൻഷിപ്പ് തന്നെയാണ് 94 ആരുമായിട്ട് ഷെയർ ചെയ്യുന്നത്? 47മായിട്ട് ഷെയർ ചെയ്യുന്നത്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം 82 എന്ന് പറഞ്ഞാൽ എന്താണ്? 41ൻ്റെ ഇരട്ടിയാണ്. അഥവാ 82/2 ആണ് 41. ഇവിടെ 94/2 ആണ് 47. അങ്ങനെയാണെങ്കിൽ 66 താഴത്തെ ഓപ്ഷനിലുള്ള ഏത് നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ 66/2 ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 33. ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗർ പേപ്പർ ഫോൾഡിങ്ങിൻ്റെ ആണ്. ഒരു പേപ്പർ ഫസ്റ്റ് ഫോൾഡിങ്, സെക്കൻഡ് ഫോൾഡിങ്, അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ഈ പേപ്പർ അൺഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴെ കാണുന്ന ഇമേജസിൽ ഏത് ഇമേജ് ആയിരിക്കും കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. 30 സെക്കൻഡ്സ് ഉണ്ട്. ടൈമർ ഓൾറെഡി സ്റ്റാർട്ട് ആയല്ലേ? ഞാൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. 30 സെക്കൻഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ടൈമിനിടയ്ക്ക് പെട്ടെന്ന് ഇത് സോൾവ് ചെയ്യുക.
ഓക്കെ 30 സെക്കൻഡ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ക്വസ്റ്റൻ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്? പേപ്പർ ഫോൾഡിംഗ് ആണ്. ഒരു പേപ്പർ നടുക്കൂടെ ജസ്റ്റ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 ഇൻസിഷൻസ് ഉണ്ടാക്കി അല്ലേ, 2 ഇൻവേർട്ടഡ് ട്രയാങ്കിൾസിൻ്റെ ഇൻസിഷൻസ് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഈ പേപ്പർ അൺഫോൾഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും? അൺഫോൾഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും മുകളിൽ വരാൻ പോകുന്നത് അല്ലേ. അൺഫോൾഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ വരും. ഒരു മിറർ ഇവിടെ വെച്ച് കഴിഞ്ഞാലുള്ളതുപോലെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ വാട്ടർ ഇമേജ് എന്ന് ഡയറക്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ അതായിരിക്കും ഇവിടെ വരുന്നത്. കംപ്ലീറ്റ് ഫിഗർ എങ്ങനെ വരും? 2 എണ്ണം ട്രയാങ്കിൾ മുകളിലേക്ക്, 2 ട്രയാങ്കിൾ താഴേക്ക് ഫേസ് ചെയ്തിരിക്കും. സോ ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വരുന്ന സെഷൻസിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ മാക്സിമം നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, കൂടുതൽ സജഷൻസ് കമൻറ്റ് ചെയ്യുക. സോ ഹാവ് എ നൈസ് ടൈം. താങ്ക് യു.